കർമ്മം. ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ വരുന്നത്? ഒരു പേടിയാണല്ലേ? എപ്പോഴോ ചെയ്ത തെറ്റിന് എവിടെ നിന്നോ കിട്ടാൻ പോകുന്നൊരു പണി, ഒരു തിരിച്ചടി. പക്ഷേ ശരിക്കും അതാണോ കർമ്മം? വെറുമൊരു ശിക്ഷാവിധി മാത്രമാണോ? അതോ ഇതിനപ്പുറം പ്രപഞ്ചത്തിന്റെ ഒരു ബാലൻസിങ്ങിനെക്കുറിച്ചുള്ള വലിയൊരു ആശയമാണോ? അപ്പോ നമുക്കൊന്ന് നോക്കാം, എന്താണ് ഈ കർമ്മമെന്ന്. അപ്പോൾ നമുക്ക് ആ പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? കർമ്മം എന്നത് പ്രപഞ്ചത്തിന്റെ ഒരു തരം പ്രതികാരമാണോ? നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും കണക്ക് പറഞ്ഞ് ശിക്ഷ തരാൻ കാത്തിരിക്കുന്ന ഒരു സംവിധാനം. നമ്മളിൽ പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ആ ധാരണ ശരിയാണോ? നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. ശരി, ഇവിടെ നോക്കൂ. രണ്ട് കാഴ്ചപ്പാടുകൾ. ഒന്ന്, നമ്മളെല്ലാവരും കേട്ടു പരിചയിച്ച ആ ഒരു ഐഡിയ, കർമ്മം ഒരു കോസ്മിക് പോലീസ് ഫോഴ്സ് പോലെയാണെന്ന്. തെറ്റു ചെയ്താൽ വൈകിയാണെങ്കിലും പിടികൂടി ശിക്ഷ ഉറപ്പാക്കും. പക്ഷേ മറുവശത്ത് തത്വശാസ്ത്രപരമായി ഇതിനെ കാണുന്നത് എങ്ങനെയെന്നോ? ഗ്രാവിറ്റി പോലെ, അല്ലെങ്കിൽ ഗുരുത്വാകർഷണം പോലെ തികച്ചും ന്യൂട്രലായ ഒരു നിയമമായിട്ടാണ്. അതിന് നല്ലതെന്നോ ചീത്തയെന്നോ നോട്ടമില്ല. കാരണം ഫലം അത്രമാത്രം. ഈ കർമ്മം എന്ന ആശയത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ട് പോകണം, അതിന്റെ വേരുകളിലേക്ക്. പ്രപഞ്ചത്തിന്റെ ഈ സന്തുലന നിയമം എന്നൊക്കെ പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റിൽ നിന്നാണ് ഇതിന്റെയൊക്കെ തുടക്കം. ഋതം. ചിലപ്പോൾ നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവില്ല. ഇതാണ് കർമ്മത്തിന്റെയൊക്കെ ബേസിക് ഐഡിയ. എന്താണ് ഈ ഋതമെന്നല്ലേ? സിമ്പിളായി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഒരു ഓർഡറുണ്ട്, ഒരു താളമുണ്ട് എന്നൊരു വിശ്വാസം. അതായത് ഈ സീസണുകൾ മാറി മാറി വരുന്നത്, ഗ്രഹങ്ങൾ അതിന്റെ വഴിക്ക് കറങ്ങുന്നത്, ഇതെല്ലാം ഈ കോസ്മിക് ഓർഡറിന്റെ, അതായത് ഋതങ്കിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ക്രമം സെറ്റാതെ നോക്കുന്ന ഒരു നാച്ചുറൽ സിസ്റ്റം, അതാണ് കർമ്മം. അല്ലാതെ തെറ്റും ശരിയും നോക്കി വിധി പ്രസ്താവിക്കുന്ന ഒരു ജഡ്ജല്ല. അതായത് കർമ്മം നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നില്ല, അതൊരു ന്യായാധിപനല്ല, മറിച്ച് അതൊരു സ്വാഭാവിക ഫലം മാത്രമാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഇതാണ്. നമ്മൾ നല്ല ചൂടുള്ളൊരു പാത്രത്തിൽ പോയി തൊട്ടാൽ എന്ത് സംഭവിക്കും? കൈ പൊള്ളും, അല്ലേ? അത് ആ പാത്രം നമുക്ക് തരുന്ന ശിക്ഷയാണോ? അല്ലല്ലോ, അതൊരു ഫിസിക്കൽ റിയാക്ഷനാണ്. ആ പ്രവൃത്തിയുടെ സ്വാഭാവികമായ ഒരു ഫലം, അതുതന്നെയാണ് കർമ്മവും. ഈയൊരു വാചകം കേൾക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുമല്ലേ? നമ്മളെ കഷ്ടപ്പെടുത്താനല്ല കർമ്മം, മറിച്ച് നമ്മെ സൗമ്യമായി അവബോധത്തിലേക്ക് നയിക്കാനാണത്. അതായത് ഇതിന്റെ ലക്ഷ്യം നമ്മളെ ശിക്ഷിക്കുക എന്നതല്ല, പകരം പഠിപ്പിക്കുക എന്നതാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ഫലം നമ്മൾ തന്നെ അനുഭവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു, കൂടുതൽ ബോധവാന്മാരാകുന്നു. ഒരു ലേണിംഗ് പ്രോസസ്സാണെന്ന് പറയാം. ശരി, അപ്പോൾ ഈ പ്രപഞ്ച നിയമം എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി പേഴ്സണൽ ലെവലിലേക്ക് വരാം. അതായത് ഈ കർമ്മം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഓരോ പ്രവൃത്തിയും എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ ഉണ്ടാക്കിയെടുക്കുന്നത്? നമ്മുടെ ഓരോ പ്രവൃത്തിയും ഭാവിയെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന ചോദ്യത്തിനുത്തരം ഇവിടെയാണ്. സംസ്കാരങ്ങൾ. എന്താണിത്? നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഓരോ കാര്യവും, അത് മനസ്സിൽ വരുന്നൊരു ചിന്തയാവാം, നമ്മൾ പറയുന്നൊരു വാക്കാവാം, അല്ലെങ്കിൽ ചെയ്യുന്നൊരു പ്രവൃത്തി തന്നെയാവാം. ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു നേർത്ത അടയാളം, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ അടയാളങ്ങളെയാണ് സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇവ ചെറിയ വിത്തുകൾ പോലെയാണ്. ഭാവിയിൽ നമ്മുടെ ആഗ്രഹങ്ങളായിട്ടും പ്രവൃത്തികളായിട്ടും മുളച്ചുവരുന്നത് ഈ വിത്തുകളാണ്. അപ്പോൾ ഇതൊരു ലൂപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നോക്കൂ, ഒന്നാമത് നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഒരു കർമ്മം. അത് നമ്മുടെ മനസ്സിലൊരു സംസ്കാരം, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി ഇങ്ങനെയുള്ള ഒരുപാട് ഇംപ്രഷനുകൾ ചേരുമ്പോൾ അതൊരു ടെൻഡൻസിയായി മാറും, ഒരു ആഗ്രഹമായി മാറും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. സ്വാഭാവികമായും ആ ആഗ്രഹം നമ്മളെക്കൊണ്ട് വീണ്ടും അതേപോലത്തെ ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കും. നാലാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ ഈ സൈക്കിളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഒരു കാർമിക് ലൂപ്പ്. നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നല്ലവരായ മനുഷ്യർക്ക് എന്തുകൊണ്ട് ഇത്രയധികം കഷ്ടപ്പാടുകൾ വരുന്നു, അതേസമയം ഒരു ദ്രോഹവും ചെയ്യാത്തവർ സുഖമായി ജീവിക്കുന്നു? ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ ഈ 3 തരം കർമ്മങ്ങളിലുണ്ടാവാം. ഒന്നാമത്തേത് സഞ്ചിതം, അതായത് നമ്മുടെ എല്ലാ മുൻജന്മങ്ങളുടെയും കർമ്മങ്ങളുടെ ഒരു ടോട്ടൽ സ്റ്റോറേജ്, ഒരു ആർക്കൈവാണെന്ന് പറയാം. രണ്ടാമത്തേത് പ്രാരബ്ധം, ആ വലിയ സ്റ്റോറേജിൽ നിന്ന് ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി മാറ്റിവെച്ച ഭാഗം. മൂന്നാമത്തേതാണ് ആഗാമി, അത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്, അതിന്റെ ഫലം ഭാവിയിൽ വരും. ഇതൊരു ബാങ്ക് അക്കൗണ്ട് പോലെ ചിന്തിച്ചാൽ മതി. വളരെ എളുപ്പമാണ്. സഞ്ചിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ബാലൻസ് ആണ്, കാലാകാലങ്ങളായി നിങ്ങൾ സേവ് ചെയ്ത മൊത്തം തുക. പ്രാരബ്ധമെന്ന് പറയുന്നത് ഈ മാസം അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ അടച്ചു തീർക്കേണ്ട EMI അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പേയ്മെൻ്റാണ്. അത് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടതാണ്. പക്ഷേ ആഗാമിയോ? അത് നിങ്ങൾ നാളേക്ക് വേണ്ടി നടത്തുന്ന പുതിയ ഡെപ്പോസിറ്റുകളാണ്. നമ്മുടെ കൺട്രോൾ ഉള്ളത് ആ പുതിയ ഡെപ്പോസിറ്റുകളിലാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. നമ്മുടെ ജീവിതം മുൻകൂട്ടി എഴുതിവെച്ച ഒരു തിരക്കഥയാണോ? നമ്മൾ വെറും പാവകളാണോ?
അതോ നമുക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫ്രീ വിൽ, അതായത് ഇച്ഛാശക്തിയുണ്ടോ? അതെ, അത് തന്നെയാണ് ചോദ്യം. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ പ്രാരബ്ധകർമ്മത്തിന്റെ ഫലമാണെങ്കിൽ പിന്നെ നമ്മുടെ ഇച്ഛാശക്തിക്ക് എവിടെയാണ് പ്രസക്തി? നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ വെറും പാവകളായി വിധിയെ അനുസരിച്ച് ജീവിക്കുകയാണോ? ഈ വലിയ ചോദ്യത്തിന്, ഈ ഡെസ്റ്റിനി ഫ്രീ വിൽ കൺഫ്യൂഷന് വേദാന്തത്തിൽ വളരെ മനോഹരമായ ഒരു ഉപമയുണ്ട്. അതാണ് നദിയിലെ തോണിയുടെ ഉപമ. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളൊരു തോണിയിൽ ഒരു പുഴയിലൂടെ പോവുകയാണ്. ആ പുഴ, അതിന്റെ ഒഴുക്ക്, അതാണ് നിങ്ങളുടെ കഴിഞ്ഞകാല കർമ്മങ്ങൾ, അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ. ആ തോണിയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ തോണി തുഴയാനുള്ള തുഴ. അതാണ് നിങ്ങളുടെ ഇച്ഛാശക്തി, നിങ്ങളുടെ ഫ്രീ വിൽ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ലായിരിക്കാം. ആ ഒഴുക്കിനെതിരെ നീന്താനും ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള തുഴ ഉപയോഗിച്ച് ആ തോണിയെ എങ്ങോട്ട് തിരിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും നിങ്ങൾക്കുണ്ട്. ആ ശക്തി നിങ്ങളുടേത് മാത്രമാണ്. ഇനി രസകരമായൊരു കടക്ക് കേട്ടോളൂ. ചില വൈദിക ഗുരുക്കന്മാരുടെ അഭിപ്രായപ്രകാരം ഒരു സാധാരണ മനുഷ്യന് അവന്റെ പ്രവൃത്തികളിൽ ആകെ 30% നിയന്ത്രണമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ബാക്കി 70%വും നമ്മുടെ പഴയ സംസ്കാരങ്ങളുടെയും കർമ്മങ്ങളുടെയും സ്വാധീനമാണ്. പക്ഷെ ഒരു നല്ല കാര്യമുണ്ട്. നമ്മുടെ അവബോധം കൂടുന്നതിനനുസരിച്ച് ആത്മീയ പരിശീലനത്തിലൂടെ ഈ 30% നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ അറിവുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും? കർമ്മത്തെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു ടൂളായിട്ട് എങ്ങനെ ഉപയോഗിക്കാം? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിനുള്ള വഴിയാണ് നിഷ്കാമകർമ്മം. ഭഗവത്ഗീതയിലെ ഏറ്റവും കേന്ദ്രപരമായ ആശയങ്ങളിൽ ഒന്നാണിത്. എന്താണിത്? വളരെ സിമ്പിളാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ, അതിൽ നിന്ന് എന്ത് പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, അത് നമ്മുടെ കടമയാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെ അത് ചെയ്യുക. അതാണ് നിഷ്കാമകർമ്മം. ഇവിടെ നോക്കൂ, 2 തരം ആക്ഷനുകളുണ്ട്. ഒന്ന് സകാമകർമ്മം, അതായത് ഫലമിച്ഛിച്ചുകൊണ്ടുള്ള പ്രവൃത്തി. എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയാണ് അതിനെ നയിക്കുന്നത്. ഇത് പുതിയ കർമ്മബന്ധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ മറുവശത്ത് നിഷ്കാമകർമ്മമുണ്ട്. അത് നമ്മുടെ കടമ എന്ന ബോധത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പുതിയ ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പ്രവൃത്തിയല്ല അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ ഉദ്ദേശമാണ് പ്രധാനം. ഭഗവത്ഗീതയിലെ ഈയൊരു ഭാഗം നിഷ്കാമകർമ്മത്തിന്റെ ആകെ തുകയാണ്. കർമ്മം ചെയ്യുവാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. അതിന്റെ ഫലങ്ങളിൽ ഒരിക്കലും അധികാരമില്ല. കർമ്മഫലം നിന്റെ ലക്ഷ്യമാകരുത്. കർമ്മം ചെയ്യാതിരിക്കുന്നതിലും നിനക്ക് താൽപ്പര്യമുണ്ടാകരുത്. കണ്ടില്ലേ, നമ്മുടെ അധികാരം നമ്മുടെ പ്രവൃത്തിയിൽ മാത്രമാണ്, അതിന്റെ റിസൾട്ടിലല്ല. അതുകൊണ്ട് ഫലത്തെ ഓർത്ത് ടെൻഷനടിക്കുന്നതിനു പകരം നമ്മുടെ ജോലി ഏറ്റവും നന്നായി ചെയ്യുക, അത്രയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും നേരം സംസാരിച്ചതിന്റെ പ്രധാന പോയിന്റുകൾ ഒന്നോർത്തു നോക്കാം. 1. കർമ്മം ഒരു ശിക്ഷയല്ല, അതൊരു ബാലൻസിംഗ് നിയമമാണ്. 2. നമ്മൾ എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്തുദ്ദേശത്തോടെ ചെയ്യുന്നു എന്നതാണ്. 3. നമ്മുടെ ഭാവി ഉണ്ടാക്കിയെടുക്കാനുള്ള ഇച്ഛാശക്തി നമുക്കെല്ലാവർക്കുമുണ്ട്. 4. ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ് നിസ്വാർത്ഥമായ പ്രവൃത്തി, അതായത് നിഷ്കാമകർമ്മം. അവസാനമായി ഞാൻ ഈയൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. നിങ്ങളുടെ വിധിയുടെ ശില്പി നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ എങ്ങനെയാണ് കൊത്തിയെടുക്കാൻ പോകുന്നത്? കർമ്മം ഒരു വിധിയല്ല, നമ്മുടെ കയ്യിലുള്ളൊരു ടൂളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത നിർമ്മിതി എന്തായിരിക്കും?